നമ്മൾ ഈ വൈദ്യപരിശോധനയ്ക്കായിട്ട് ജനറൽ ആശുപത്രിയിലേക്കൊന്നും അല്ല കൊണ്ടുപോകേണ്ടത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈക്കാട്രിസ്റ്റിനെ ഒക്കെ കാണിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട്. കാരണം അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാത്ത ഒരു സാഹചര്യത്തിലാണ്. ശരിക്കും ഒരു സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ഇടുന്ന അല്ലെങ്കിൽ ആളുകളെ കുറിച്ച് അപവാദം പറയുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള കണ്ടന്റ് നിർമ്മിക്കുന്ന ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്ന രീതിയിലല്ല കേട്ടോ കേരള സമൂഹം ഇനി രാഹുൽ ഈശ്വറിനെ കാണേണ്ടത്. കാരണം അയാൾ ചെയ്യുന്ന കുറ്റകൃത്യത്തിന്റെ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കാതെയാണ് അയാളുടെ പ്രതികരണങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു നോർമൽ വൈദ്യപരിശോധന മാത്രം പോരാ ഇതുപോലെയുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ അവർക്ക് സ്റ്റേറ്റ് തന്നെ ഒരു കൌൺസിലിംഗ് അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വേണമെങ്കിൽ അത് കൊടുക്കാൻ കൂടി സ്റ്റേറ്റ് തയ്യാറാകണം എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം ഇയാളെ കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷവും തെളിവെടുക്കാൻ കൊണ്ടുപോകുമ്പോൾ അയാൾ പറയുന്നത് ഞാൻ ഇത് വീണ്ടും ചെയ്യും, ഞാൻ ഈ ചെയ്യുന്നത് ശരിയാണ്, ഞാൻ അത് ചെയ്തിട്ടില്ല, ജഡ്ജിക്ക് തെറ്റിയതാണ്, പോലീസിന് തെറ്റിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇയാളുടെ വാദം തന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ അലറി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതൊരു സ്ഥിരബുദ്ധിയുള്ള ഒരു മനുഷ്യൻ ചെയ്യുന്ന ഒരു രീതിയായിട്ട് കണ്ടാൽ തോന്നുകയില്ല. അതോ ഇനിയിപ്പോൾ രണ്ടാമത്തെ ഒരു സാധ്യത ആൾക്കൂട്ട ആവേശം. നേരത്തെ ആൻഡോ സാർ സൂചിപ്പിച്ചതുപോലെ അമിതാവേശവും ആൾക്കൂട്ടത്തിന്റെ കൈയടി കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ആവേശവും, ഈ രണ്ട് ആവേശവും കൂടി ചേർന്ന് നിൽക്കുന്ന ഒരു പ്രത്യേക മാനസികാവസ്ഥയുണ്ട്. ആ മാനസികാവസ്ഥയാണോ രാഹുൽ ഈശ്വറിന് എന്നതും അറിയില്ല. ഇനി മൂന്നാമത്തേത് മണ്ടനാണോ, ഇനി മണ്ടനായിട്ട് അഭിനയിക്കുന്നതാണോ ഈ കണ്ടന്റ് ക്രിയേഷനിലൂടെ ലാഭം ഉണ്ടാക്കാൻ? ചിലത് അങ്ങനെയുണ്ടല്ലോ, മണ്ടനായിരിക്കില്ല പക്ഷെ മണ്ടനായിട്ട് അഭിനയിച്ച് എങ്ങനെയായാലും എനിക്ക് കിട്ടണം പണം എന്ന ലൈനിൽ പോകും. അപ്പോൾ എല്ലാ പബ്ലിസിറ്റിയാണ് എന്ന് കരുതുന്ന ഒരാളാണ് രാഹുൽ ഈശ്വർ എന്നുള്ളത് കേരളീയ പൊതുസമൂഹത്തിന് അറിയാം. പക്ഷെ അത് അപ് ടു ഏത് ലെവൽ വരെ എന്നുള്ളത് ഒരു വിഷയമാണ്. ഇവിടെ ലാപ്ടോപ്പ് ടെക്നോ പാർക്കിലെ ഓഫീസിൽ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഈ എപ്പിസോഡിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഞാൻ ആദ്യം പറയാം. ലാപ്ടോപ്പ് ടെക്നോ പാർക്കിലെ ഓഫീസിൽ ഇരിക്കുകയാണ് എന്ന് പോലീസിനോട് പറയുന്നു. അത് ആ വീഡിയോ നമ്മൾ കാണുകയാണ്. എന്നിട്ട് വീട്ടിൽ ഈ ലാപ്ടോപ്പ് ഒളിപ്പിക്കുന്ന വീഡിയോ അത് ഷൂട്ട് ചെയ്യുന്നു. അറസ്റ്റിലായതിനു ശേഷം അത് അദ്ദേഹത്തിന്റെ ഹാൻഡിൽ കൈകാര്യം ചെയ്യുന്ന ഭാര്യയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്റ്റാഫോ ആരോ അവരത് അപ്ലോഡ് ചെയ്യുകയാണ്. ഇത്രയും ബുദ്ധിമാനായ ഒരു മനുഷ്യനെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല.